ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്ട്രോൺ വണ്ടി, മാസ്റ്റർ എഡ്ജ്. അത് ജനറൽ സർവീസായിട്ടാണ് നമ്മൾ കയറ്റിയാണ്. അപ്പോൾ അതിനെ വണ്ടി രാവിലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വന്ന സമയത്ത് വണ്ടി ഒന്ന് നിർത്തുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ജനറലായിട്ടുള്ള സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ വണ്ടി വളരെ ഓട്ടം കുറവാണ്, 4000 സിസ്റ്റമൊക്കെ ഓടിയിട്ടുള്ള വണ്ടി. അപ്പോൾ നമ്മളത് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും സാധാരണ രീതിയിൽ തന്നെ സർവീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ സർവീസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ലൈൻഡറൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ലൈൻഡറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ആകെ 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേമാനം കാര്യങ്ങളൊന്നുമില്ല. എങ്കിൽ കൂടി നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ട ഭാഗങ്ങളൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊന്നും വേറെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. നമ്മൾ തുടച്ച് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമൊക്കെയും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ. ബെൽറ്റിനൊന്നും യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. കമ്പനി ബെൽറ്റ് കിടക്കണേ. വേരിയേറ്റർ ബോഡിയൊക്കെ ആയാലും നിലവിൽ വേറെ യാതൊരു പ്രോബ്ലംസ് ഇല്ല. പക്ഷെ നമുക്ക് ഈ CVT ക്ലച്ചൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അത് കൂട്ടത്തിൽ കിടക്കുക അഴിച്ച് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കിക്കർ വീലൊക്കെ ആയാലും ഒന്ന് ഗ്രീസ് ചെയ്ത് പോവാം. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആയാലും കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പാഡൊന്നും വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല. അപ്പോൾ കാലിപ്പർ ബ്രാക്കറ്റ് മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഐഡലിങ് വളരെ കുറവായിരുന്നു വണ്ടിക്ക്. അതായത് സ്ലോ സ്പീഡിൽ നിൽക്കുന്നത് വളരെ കുറഞ്ഞ ലോയിലാണ് നിന്നിരുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മോർണിംഗിൻ്റെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് നമുക്ക് ബാറ്ററിയുടെ ആണ്. വണ്ടി ഓട്ടം വളരെ കുറവായതുകൊണ്ട് തന്നെ ബാറ്ററി നമ്മളിപ്പോൾ പുതിയത് വെച്ചാലും ഓടിക്കുന്നുണ്ടെങ്കിലാണ് നമുക്ക് അതുകൊണ്ട് മെച്ചമുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഡീറ്റെയിൽസ് റിസൾട്ട് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് 12:30 അടുത്ത് വരുന്നുണ്ട് വോൾട്ട് കാണിക്കുന്നത്. പക്ഷേ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഓൾറെഡി ഇതിനകത്ത് കാണിക്കുന്ന വാല്യൂസ് ഇവിടെ പോയ ബാറ്ററിയാണ്, ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കാലത്തത്തെ സ്റ്റാർട്ടിങ് പ്രശ്നം കാണിക്കുക. വണ്ടി ഒന്ന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി ഒന്ന് എൻജിൻ വാമായി കഴിയുമ്പോഴത്തേക്കും ബാറ്ററി വോൾട്ട് കുറച്ചുള്ളെങ്കിൽ കൂടി പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ടായി കിട്ടും. അപ്പം രാവിലെ എടുക്കുമ്പോൾ തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ കൂടി നമുക്ക് കാലത്ത് വണ്ടി സ്റ്റാർട്ടാവാനായിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ടാവും നിലവിൽ. അപ്പോൾ അതും ബാറ്ററി ലോഡാവുമ്പോൾ തന്നെയാണ് ആ പ്രോബ്ലംസ് കാണിക്കുന്നത്. അപ്പം നിലവിൽ ബാറ്ററി മാറ്റിയാലാണ് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം റെഡി ആവുള്ളൂ. പക്ഷേ ഓട്ടം കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റി വെച്ചാലും നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ കറക്റ്റായിട്ട് ഒരു ബെനിഫിറ്റ് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഓട്ടം വളരെ കുറവുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ബാറ്ററി വെച്ചാലും ഇടയ്ക്ക് വണ്ടിയുമേന്ന് ചാർജ് കയറിക്കൊണ്ടിരിക്കണം ബാറ്ററിക്ക്. അപ്പോൾ കുറച്ച് തന്നെ ഓടിക്കുകയാണെങ്കിലാണ് അത് വെച്ചിട്ടും കാര്യമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. എൻജിൻ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ലെവലൊരു പൊടിക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ലെവലൊരു അല്പം കുറവ് പോലെയുണ്ട്. ഓയിലിനൊന്നും യാതൊരു കളർ വ്യത്യാസമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നിലവിൽ ആ ഓയിൽ കുറവുള്ളത് മാത്രം ഒന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ അപ്പോൾ നിലവിലിപ്പോൾ സർവീസിൻ്റെയും മൊത്തത്തിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടും. അതേപോലെ തന്നെ ബാറ്ററിയുടെ കേസ് ഒന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് പറയണം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വെച്ച് മാറ്റണോ ഇനി അതല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ നിലനിർത്തിയാൽ മതിയോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം എന്തായാലും കേട്ടോ.